ക്ഷീര കർഷകർക്ക് വീട്ടുമുറ്റത്ത് സേവനം ലഭ്യമാക്കാൻ സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറ്റിനറി ആംബുലൻസ് ഒരാഴ്ചക്കകം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദയഗിരി സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതിനായി 58 ആംബുലൻസുകൾ തയ്യാറായി. 12 വാഹനങ്ങൾ കണ്ണൂർ ജില്ലയ്ക്ക് ലഭിക്കും. മികച്ച ക്ഷീര കർഷകർ, ക്ഷീരസംഘം, ക്ഷീര കർഷക ക്ഷേമനിധി കർഷകൻ തുടങ്ങിയവർക്കുള്ള അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു. സജീവ് ജോസഫ് MLA അധ്യക്ഷനായി. ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ക്ഷീര കർഷകരെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെ സന്തോഷപൂർവ്വമാണ് ഈ പരിപാടിയിൽ സമയമില്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ എത്തിച്ചേർന്നു. നമുക്കറിയാം, ഇന്നും ക്ഷീര സംഗമങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്, ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. മാർച്ച് കൊണ്ട് നമുക്കിതെല്ലാം പൂർത്തീകരിക്കണം. എന്നാൽ കേരളത്തിൻ്റെ നിയമസഭ നാളെ തുടങ്ങുകയാണ്. ഞങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരം എത്തണം എന്നുള്ളത് കൊണ്ടാണ് രാവിലത്തെ ഫ്ലൈറ്റിലെത്തിയത്. ഫ്ലൈറ്റും ലേറ്റായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇന്ന് നമുക്കറിയാം, കണ്ണൂരല്ല, നമ്മുടെ മലബാർ ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലബാർ മേഖല എടുക്കുമ്പോൾ പാലുൽപാദന രംഗത്ത് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മേഖല നമ്മുടെ മലബാർ മേഖലയാണ്. അത് ഇന്ന് പാലക്കാട് എടുത്താലും, പാലക്കാടിലെ ചിറ്റൂരെടുത്താലും, നമ്മുടെ വയനാട് ജില്ലയെടുത്താൽ, കോഴിക്കോട് ജില്ലയെടുത്താൽ, ഈ ജില്ലകളിലൊക്കെ തന്നെ നമുക്കറിയാം പാലുൽപാദനത്തിൽ കുറച്ച് കൂടുതലാണ്. എന്നാൽ ഇത്തവണ നമുക്കറിയാം, നിരന്തരമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കടുത്ത ചൂട് നമുക്കുണ്ടായപ്പോഴും നമ്മുടെ പശുക്കൾ ഒന്നിലധികം ഇഷ്ടം പോലെ മരണപ്പെട്ടൊരവസ്ഥ നമുക്ക് കാണുന്നു. വിവിധ രോഗങ്ങൾ നമ്മുടെ പശുക്കൾക്ക്, ചർമ്മമുഴ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നു. എന്നാൽ കേരളത്തിലെ മിൽമയും ക്ഷീരവികസന വകുപ്പിനെയും മൃഗസംരക്ഷണ വകുപ്പിനെയും എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉൽപ്പാദനം കൂട്ടുവാനുള്ള ബൃഹത്തായ പദ്ധതിക്കായിരുന്നു ഞങ്ങൾ ഈ വർഷം തുടക്കമിട്ടത്. പക്ഷേ ആ തുടക്കം നമുക്കറിയാം, വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾ, കടുത്ത് ചൂട് വന്നപ്പോൾ 500-ലധികം പശുക്കൾ കേരളത്തിൽ മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ചർമ്മമുഴ വന്ന് മരണപ്പെട്ട പശുക്കൾ 500 കേരളത്തിൽ. ഇതിൻ്റെ എല്ലാം കണക്കെടുത്തപ്പോൾ അത്തരത്തിലുള്ള കർഷകർ, നമുക്കറിയാം എല്ലാവർക്കും ഇൻഷുറൻസ് ഇല്ലായിരുന്നു. എന്നാലും കേരളത്തിലെ കർഷകരെ സഹായിക്കണം എന്നൊരു തീരുമാനമെടുത്ത മൃഗസംരക്ഷണ വകുപ്പ് ഓരോ പശുക്കൾക്കും ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് 37,500 രൂപ വെച്ച് കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് ചർമ്മമുഴ വന്ന് മരണപ്പെട്ടതെന്നുള്ളത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്, കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.